സമാഗമന കൂടാരം അല്ലെങ്കിൽ ടാബർനാക്കിൾ ഒരു ചെറിയ പ്രീ ഫാബ്രിക്കേറ്റഡ് ആൻഡ് ടേക്ക് അപ്പാർട്ട് ബിൽഡിംഗ് ആണ് ഈ ടാബർനാക്കിൾ എന്ന് പറഞ്ഞാൽ അത് ഒന്നിച്ച് ചേർക്കുവാനും അതുപോലെ തന്നെ ഒന്നിച്ച് അഴിച്ചെടുക്കുവാനും എളുപ്പം കഴിയുന്ന ഒരു പ്രത്യേക വിധമായ ഒരു കെട്ടിടമാണ് അല്ലെങ്കിൽ വാസസ്ഥലമാണ് സമാഗമന കൂടാരം എന്ന് പറയുന്നത്. അത് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പ്രത്യേക വിധത്തിലാണ്. അത് തോലൊക്കെ ഇട്ട് കവർ ചെയ്ത് കുറച്ച് തുണികളും സ്വർണവും ചെമ്പും അതുപോലെ തന്നെ കതിരമരവും ഒക്കെ ഉപയോഗിച്ച് ആ കെട്ടിടത്തിന്റെ നിർമ്മാണം തന്നെ വളരെ രസകരമാണ്. കാരണം ഈ ചരിത്രം അല്ലെങ്കിൽ ഈ സമാഗമന കൂടാരത്തിന്റെ ചരിത്രം ആരംഭിക്കുന്നത് ഇന്നേക്ക് ഏതാണ്ട് 3500 വർഷം മുമ്പാണ്. നമ്മളൊന്ന് ആലോചിക്കണം, 3500 വർഷം മുമ്പ് മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത ഒരു കൂട്ടം ആളുകൾ അവർക്ക് യാത്ര ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഒന്നിച്ചു കൂട്ടുവാനും യാത്ര അവർ വീണ്ടും ആരംഭിക്കുമ്പോൾ അത് അഴിച്ചെടുക്കുവാനും കഴിയുന്ന വിധത്തിൽ ഒരു പ്രീ ഫാബ്രിക്കേറ്റഡ് ആൻഡ് ടേക്ക് അപ്പാർട്ട് ബിൽഡിംഗ് ആണ് ഈ സമാഗമന കൂടാരം. ഒരു കാര്യം ചോദിച്ചേക്കാം, ഇത് ഇസ്രായേൽ മക്കള് മരുഭൂമിയിലൂടെ നമുക്കറിയാം 40 വർഷം യാത്ര ചെയ്തു. ആ യാത്ര ചെയ്ത സമയത്തെല്ലാം അവർ കൂടാരത്തിൽ വസിക്കുകയാണ്. ആ കൂടാരത്തിൽ വസിക്കുമ്പോൾ അവരുടെ നടുക്കൊരു വലിയ കൂടാരം, ആ കൂടാരവും അവർ യാത്ര ചെയ്യുന്ന അനുസരിച്ച് അഴിച്ച് പണിത് വീണ്ടും അത് എറക്റ്റ് ചെയ്ത് ഇങ്ങനെ അവർ യാത്ര ചെയ്യുകയാണ്. നമ്മൾ ഒരു ചോദ്യം നമ്മുടെ മനസ്സിൽ അങ്കുരിച്ചേക്കാം, നമ്മൾ എന്തിനാണ് ഈ 3500 വർഷം മുമ്പ് ഈ വിധത്തിൽ മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത ഒരു കൂട്ടം ജനത്തിന് ദൈവം കൽപ്പിച്ചാക്കിയ വിധത്തിൽ ഉണ്ടാക്കിയെടുത്ത ഈ സമാഗമന കൂടാരം അല്ലെങ്കിൽ ഈ ഒരു കൂടാരത്തെ കുറിച്ച് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്തിനാ പഠിക്കുന്നത്? വൈ ടു സ്റ്റഡി something that was happened around 3500 years ago? 3500 വർഷം മുമ്പ് സംഭവിച്ച ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ എന്തിന് പഠിക്കണം? എന്തിന് ഇതിനെക്കുറിച്ച് നമ്മൾ ബോധർ ചെയ്യണം? മാത്രമല്ല, ഇത് യഹൂദന്മാർ ഇസ്രായേൽ മക്കൾക്ക് പ്രത്യേകാല കൽപ്പിച്ചാക്കിയ ഒരു വസ്തുതയാണല്ലോ. ഒരു വാക്യം മാത്രം വായിക്കുമ്പോൾ അതിൻ്റെ പ്രാധാന്യത നമുക്ക് മനസ്സിലാകും. നമ്മൾക്ക് അവിടെ നിന്ന് നമ്മുടെ പഠനം ആരംഭിക്കാം. പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം നമ്മൾ എടുക്കുമ്പോൾ, നമ്മൾ പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. ഞാൻ അവരുടെ നടുവിൽ വസിപ്പാൻ അവർ എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. ആ വാക്ക് പ്രത്യേകം ശ്രദ്ധിച്ചാട്ടെ, ഞാൻ അവരുടെ മധ്യത്തിൽ വസിപ്പാൻ അവർ എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. ദൈവം കൽപ്പിച്ചാക്കിയതാണ് ദൈവത്തിന് വസിപ്പാൻ ഒരു മന്ദിരം ഉണ്ടാക്കണം. ആ മന്ദിരത്തിന്റെ പേര് വിശുദ്ധ മന്ദിരം എന്നാണ്, അല്ലെങ്കിൽ ഹോളി സാങ്ച്വറി. വീണ്ടും നമ്മൾ ഓർക്കണം, ഇത് കൽപ്പിച്ചാക്കിയതാരാണ്? ദൈവമാണ് പറയുന്നത്, ഞാൻ നിങ്ങളുടെ മധ്യത്തിൽ വസിക്കണം. നമ്മൾ ഇവിടെ പഠനം ആരംഭിക്കുമ്പോൾ ആദ്യമായി ചില കാര്യങ്ങൾ മുഖപരിയായിട്ട് നമ്മൾക്ക് പഠിക്കണം. എന്തിനിത് പഠിക്കണം എന്നുള്ള വിഷയത്തിലേക്ക് വരാം. എന്നാൽ അതിനു മുമ്പ് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഇതിനു മുമ്പ് ദൈവം ഇങ്ങനെ ഒരു കൂട്ടം ജനത്തിന് മധ്യത്തിൽ വസിക്കുന്നതായിട്ട് ബൈബിളിൽ വായിക്കുന്നില്ല. ദൈവം വ്യക്തികളോടുകൂടെ വസിച്ചിട്ടുണ്ട്. അബ്രഹാമിനോടുകൂടെ, ഇസാക്കിനോടുകൂടെ, യാക്കോബിനോടുകൂടെ, ഇങ്ങനെ ദൈവം ചില വ്യക്തികളോടുകൂടെ വസിക്കുന്നതായിട്ട് വായിക്കുന്നു. എന്നാൽ ആദ്യമായിട്ടാണ് ഒരു കൂട്ടം ജനത്തോട് ദൈവം കൽപ്പിക്കുന്നത്, ഞാൻ നിങ്ങളുടെ മധ്യത്തിൽ വസിപ്പാൻ നിങ്ങൾ എനിക്കൊരു മന്ദിരം ഉണ്ടാക്കണം. എന്തിനാണ് ദൈവം അങ്ങനെ ആ സന്ദർഭത്തിൽ അവരോട് പറഞ്ഞത്? നമുക്കത് പുറകെ ചിന്തിക്കാം. എന്നാൽ ഇത് നമ്മൾ ഓർക്കണം, ഇതൊരു ഒരു വണ്ടർഫുൾ എന്ന് പറഞ്ഞാൽ അത്ഭുതകരമായി നമ്മുടെ ആയുസ് മുഴുവൻ, ഞാൻ ചിലരെ കുറിച്ചൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നു. ചിലര് അവരുടെ ചില ദൈവദാസന്മാർ, പഴയ ദൈവദാസന്മാരെ കുറിച്ചാണ് ഈ പറയുന്നത്. നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ കൂട്ടത്തിലുള്ള ചില ദൈവദാസന്മാർ, അവരുടെ ശുശ്രൂഷകൾ ഏറിയ പങ്കും ഈ സമാഗമന കൂടാരത്തെ കുറിച്ചായിരുന്നു. അവരുടെ ആയുസ് മുഴുവൻ, ഓൾ ലൈഫ്, അവര് എപ്പം പ്രസംഗിച്ചാലും ഈ സമാഗമന കൂടാരത്തെ ടച്ച് ചെയ്തും അതിനെ ആസ്പദമാക്കിയും പഠിപ്പിച്ചും എടുപ്പിച്ചും അവരങ്ങനെ ദൈവജനത്തെ അത് പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയായിരുന്നു. ആ കാരണം അത് അത്ര വണ്ടർഫുൾ ഫാക്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്തയ്ക്ക് നമ്മൾ ഇത് ധ്യാനിക്കും തോറും നമ്മളെ അതിശയിപ്പിക്കുന്ന, അത്ഭുതപ്പെടുത്തുന്ന സത്യങ്ങൾ ഈ കൂടാരത്തിനകത്ത് ദൈവം ഉൾപ്പെടുത്തി എന്നുള്ളത് നമ്മളെ അത്ഭുതപ്പെടുത്തും. നമ്മൾ എന്തിനാണ് ഇന്ന് ഇത് പഠിക്കുന്നത്? നമ്മൾ ആദ്യമായി ഒരു കാര്യം ഓർക്കണം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പ്രാരംഭമായ 1-2 വാക്യം ഞാൻ വായിച്ചോട്ടെ. പഴയ നിയമ ഏടുകളെ കുറിച്ച് റോമലേഖനം 15-ാം അധ്യായത്തിൽ ഒരു വാക്യമുണ്ട്.
റോമലേഖനം 15-ാം അധ്യായം നമുക്കത് വായിക്കേണ്ടത് ആവശ്യമാണ്. 4-ാം വാക്യം. അപ്പോൾ ഇതിന്റെ പ്രാധാന്യത നമുക്ക് മനസ്സിലാക്കാൻ ഒരു പരിധി വരെ നമ്മളെ സഹായിക്കും. എന്തിന് സമാഗമന കൂടാരത്തെ കുറിച്ച് പഠിക്കണം? ഞാൻ ആ വാക്യം ഒന്ന് വായിച്ചോട്ടെ. 15-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം. എന്നാൽ മുന്നെഴുതിയിരിക്കുന്നതൊക്കെയും, ആ വാക്ക് നോക്കിയേ, എന്നാൽ മുന്നെഴുതിയിരിക്കുന്നതൊക്കെയും നമ്മുടെ ഉപദേശത്തിനായിട്ട് നമുക്ക് തിരുവെഴുത്തുകളാൽ ഉളവാകുന്ന സ്ഥിരതയാലും ആശ്വാസത്താലും പ്രത്യാശ ഉണ്ടാകേണ്ടതിന് തന്നെ എഴുതിയിരിക്കുന്നു. ഇവിടെ പ്രത്യേകം ഓർക്കുക, വാട്ട്സോവർ തിങ് വെർ റിട്ടൺ ബിഫോർ വെർ റിട്ടൺ ഫോർ അവർ ലേണിംഗ്. നമ്മുടെ പഠനത്തിനായിട്ട്. ഇവിടെ നമ്മൾ മലയാളത്തിൽ വായിച്ചപ്പോൾ നമ്മുടെ ഉപദേശത്തിനായിട്ട്, ഇംഗ്ലീഷിൽ വായിച്ചാൽ ഇറ്റ് ഈസ് റിട്ടൺ ഫോർ അവർ ലേണിംഗ്. നമ്മുടെ പഠനത്തിന് വേണ്ടി ഇത് എഴുതിയിരിക്കുകയാണ്. അപ്പൊ മുന്നെഴുതിയിരിക്കുന്നതൊക്കെ നമ്മുടെ പഠനത്തിനായിട്ടാണ്. നാം പഠിച്ചില്ലെങ്കിലോ ദൈവം ഉദ്ദേശിക്കുന്ന കാര്യം അതുകൊണ്ട് സാധിക്കുന്നില്ല. 1 കൊരിന്ത്യർ 10-ാം അധ്യായം ഇതോട് ചേർത്തൊന്ന് വായിച്ചു നോക്കാം. 1 കൊരിന്ത്യർ 10-ാം അധ്യായം. നമ്മൾ എന്തിനാണ് ഇത് പഠിക്കേണ്ടത്? ഇത് ദൈവം നമ്മളെ ചില പാഠങ്ങൾ പഠിപ്പിക്കാൻ ക്രമീകരിച്ചൊരു കാര്യമാണ്. 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം. ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. അവിടെ വായിക്കുന്നു, ഇറ്റ് ഈസ് ഫോർ അവർ എക്സാമ്പിൾ. അതിന് 11-ാം വാക്യം നോക്കിയാട്ടെ. 11-ാം വാക്യം. ഇത് ദൃഷ്ടാന്തമായി അവർക്ക് സംഭവിച്ചു, ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധി ഉപദേശത്തിന് എഴുതിയിരിക്കുന്നു. ഇവിടെ നോക്കുക, നമ്മുടെ പഠനത്തിനായിട്ട് ഫോർ അവർ ലേണിംഗ്. 2, ഇറ്റ് ഈസ് ഫോർ എസ് ആസ് എൻ എക്സാമ്പിൾ ഫോർ എസ്, നമുക്ക് ദൃഷ്ടാന്തമാണ്. 3, നമുക്കതൊരു അഡ്മോണിഷനാണ്, നമുക്കൊരു ബുദ്ധി ഉപദേശമാണ്. അപ്പൊ നോക്കുക, ഈ മുന്നെഴുതിയിരിക്കുന്നത് സ്വർഗത്തിലെ ദൈവം നമുക്ക് ക്രമീകരിച്ചു തന്നപ്പോൾ 3 കാര്യങ്ങൾ പ്രധാനമായി നമ്മൾ ഓർത്തു. ഒന്നാമത്, ഇറ്റ് ഈസ് റിട്ടൺ ഫോർ അവർ ലേണിംഗ്, നമ്മുടെ പഠനത്തിനായിട്ട് എഴുതിയതാണ്. 2ാമത് നമ്മൾ കണ്ടു, ഇറ്റ് ഈസ് ഫോർ അവർ എക്സാമ്പിൾ, ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ അസ്, നമ്മുടെ മുമ്പിൽ ഒരു ദൃഷ്ടാന്തം വെച്ച് തന്നിരിക്കുക. 3ാമത് നമ്മൾ കണ്ടു, ഇറ്റ് ഈസ് ഫോർ അവർ അഡ്മോണിഷൻ, നമ്മുടെ ബുദ്ധി ഉപദേശത്തിനായിട്ട് എഴുതിയിരിക്കുകയാണ്. ഇനി ഈ സമാഗമന കൂടാരത്തെ കുറിച്ച് ആഴത്തിൽ ഇറങ്ങുന്നതിന് മുമ്പ് വീണ്ടും നമുക്ക് എബ്രായലേഖനം 8-5 ഈ സമാഗമന കൂടാരം നമ്മൾ ഓർത്തു. 3500 വർഷം മുമ്പ് മരുഭൂമിയിൽ യാത്ര ചെയ്ത കൂടാരം അടിച്ച് മുന്നോട്ട് പോയ ഒരു കൂട്ടം ആളുകളുടെ നടുവിൽ ഉണ്ടാക്കിയ ഒരു കൂടാരമാണ് ഈ സമാഗമന കൂടാരം. നമ്മൾ എബ്രായലേഖനം അതിന്റെ 8-ാം അധ്യായം നമുക്കൊന്ന് എടുക്കാം. എബ്രായലേഖനം 8-ാം അധ്യായം. എബ്രായലേഖനം 8-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം നോക്കിയാട്ടെ. കൂടാരം തീർപ്പാൻ മോശെ ആരംഭിച്ചപ്പോൾ പർവ്വതത്തിൽ നിനക്ക് കാണിച്ച മാതൃക പ്രകാരം നീ സകലവും ചെയ്യുവാൻ നോക്കുക എന്ന് അവരോട് അരുളി ചെയ്ത പോലെ അവർ സ്വർഗീയത്തിന്റെ ദൃഷ്ടാന്തവും നിഴലുമായതിൽ ശുശ്രൂഷ ചെയ്യുന്നു. വണ്ടർഫുൾ. വീണ്ടും ആ വാക്യം നോക്കിയാട്ടെ. ആ ദൈവജനം ഒന്ന് ശ്രദ്ധിച്ചാട്ടെ പ്രിയപ്പെട്ടവരെ. സമാഗമന കൂടാരത്തെ കുറിച്ച് പറയുകയാണ്. സമാഗമന കൂടാരത്തെ കുറിച്ച് പറയുമ്പോൾ 5-ാം വാക്യത്തിന്റെ അവസാനത്തിൽ പറയുകയാണ്, അവർ സ്വർഗീയത്തിന്റെ ദൃഷ്ടാന്തവും നിഴലുമായതിൽ ശുശ്രൂഷ ചെയ്യുന്നു. എന്തോ ആ വാക്യത്തിന്റെ അർത്ഥം? They were serving the copy of the shadow of the heavenly things. സ്വർഗീയമായതിന്റെ നിഴലായതിലാണ് അവർ ശുശ്രൂഷിച്ചത്. സ്വർഗത്തിന്റെ നിഴലായിരുന്നു ഇത്. ഞാൻ അല്പം കൂടെ കഴിഞ്ഞിട്ട് അത് കാണിച്ചു തരാം. സ്വർഗത്തെ കുറിച്ച് വെളിപാട് പുസ്തകത്തിൽ കാണുമ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ അവിടെ കാണുന്നു. നമുക്ക് വേറെ ഒരു വാക്യം കൂടെ നോക്കിയേക്കാം. 9-ാം അധ്യായം നോക്കിയാട്ടെ. എബ്രായലേഖനം 9-ാം അധ്യായം 9-ന്റെ 23-ാം വാക്യം നോക്കിയാട്ടെ. ആകയാൽ സ്വർഗത്തിലുള്ളവയുടെ പ്രതിബിംബങ്ങളെ ഇവയാൽ ശുദ്ധമാക്കുന്നത് ആവശ്യം. ഇംഗ്ലീഷിൽ വായിച്ചാൽ therefore it was necessary that the copies of the things in heaven should be purified. സമാഗമന കൂടാരത്തെ കുറിച്ച് പറയുകയാണ്, copies of the things in heaven. നമ്മൾ 8-ന്റെ 5-ലും വായിച്ചു, ഹെവൻലി തിങ്സിന്റെ ഷാഡോ ആയിരുന്നു അത്. അപ്പൊ സമാഗമന കൂടാരത്തെ കുറിച്ച് നമ്മൾ എന്തിനാ സൂക്ഷിച്ച് പഠിക്കേണ്ടത്? സ്വർഗത്തെ കുറിച്ച് മനസ്സിലാക്കാൻ, അതിന്റെ സ്വർഗീയ സത്യങ്ങൾ ഗ്രഹിക്കാൻ നമ്മളിത് സൂക്ഷിച്ച് പഠിക്കണം. എബ്രായലേഖനം 10-1 നമുക്ക് കാണാതറിയാം. ന്യായപ്രമാണം വരാനിരുന്ന നന്മയുടെ നിഴലായിരുന്നു. അപ്പോൾ ദൈവം നമുക്ക് വേണ്ടി ഈ പഴയ നിയമ ഏടുകളിൽ എഴുതി തന്നപ്പോൾ യഹൂദനത് വേണ്ടവണ്ണം മനസ്സിലായില്ല. അവര് ദൈവം പറഞ്ഞ പോലൊക്കെ ശുശ്രൂഷ നടത്തി, അവർ ദൈവം പറഞ്ഞ പോലൊക്കെ അത് ഉണ്ടാക്കി. എന്നാൽ ഒരു കാര്യം മറക്കാതെ ഓർക്കണം, അതിന്റെ പിറകിൽ ദൈവത്തിന്റെ ചിന്ത ഞാനും നിങ്ങൾ വായിച്ചു. വാട്ട്സോവർ തിങ് വെർ റിട്ടൺ ബിഫോർ, മുമ്പ് എഴുതിയിരുന്നതൊക്കെ
ഇറ്റ് ഈസ് ഫോർ അവർ ലേണിംഗ്, ഇറ്റ് ഈസ് ഫോർ അവർ എക്സാമ്പിൾ, ഇറ്റ് ഈസ് ഫോർ ആൻ അഡ്മോണിഷൻ. നമ്മൾക്ക് നമുക്കൊരു മുന്നറിയിപ്പ് തരികയാണ്, അല്ലെങ്കിൽ നമ്മളെ ബുദ്ധി ഉപദേശിക്കുകയാണ്. മാത്രമല്ല, ഇത് സ്വർഗത്തിന്റെ നിഴലായിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. സ്വർഗത്തിന്റെ നിഴലാണ്. ഇനി നമ്മൾ ഒന്നുകൂടെ ഒന്ന് ഓർക്കണം, ദൈവം ഇത് കൽപ്പിച്ചാക്കുമ്പോൾ നമ്മൾ ഓർത്തതുപോലെ നമ്മയായിരുന്നു അവന്റെ ഹൃദയത്തിൽ കണ്ടത്. യഹൂദനോടുള്ള ബന്ധത്തിൽ അത് കൽപ്പിച്ചാക്കി, ശരിയാണ്. പക്ഷെങ്കിൽ കർത്താവിന്റെ ഹൃദയത്തിൽ, ദൈവത്തിന്റെ ഹൃദയത്തിൽ നമ്മളെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത് എഴുതുന്നത്. വി വെർ ഇൻ ഹിസ് ഹാർട്ട്. ഇതിന്റെ ഓരോന്നും കൽപ്പിച്ചാക്കുമ്പോൾ, കാരണം നമ്മളാണ് ഇതിന്റെയൊക്കെ നന്മ അനുഭവിക്കുന്നത്. ആ നന്മയുടെ മഹത്വം നമുക്ക് മനസ്സിലാക്കി തരികയാണ്. രണ്ടാമതൊരു കാര്യം കൂടെ ഞാനൊന്ന് ഓർപ്പിച്ചോട്ടെ. ഈ സമാഗമന കൂടാരത്തിന്റെ ആശയം, അതിന്റെ ആലോചന ഒന്നും മാനുഷികമല്ല. നത്തിങ് ഫ്രം ഹ്യൂമൻ സൈഡ്. മനുഷ്യന്റെ ഭാഗത്തുനിന്ന് സമാഗമന കൂടാരത്തോടുള്ള ബന്ധത്തിൽ ഒന്നുമില്ല. ഇത് ദൈവത്തിന്റെ ഹൃദയത്തിൽ നിന്ന് വന്നതാണ്. ദൈവത്തിന്റെ വാക്കുകൾ പ്രകാരം ഉണ്ടാക്കിയതാണ്. ദൈവം അത് എഴുതി തരുമ്പോൾ നമ്മൾ ഓർത്തതുപോലെ ഇത് വളരെ കെയർഫുള്ളായിട്ട് നമ്മൾ പോണ്ടർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. നമ്മൾ വീണ്ടും ഒരു വാക്യം നോക്കിയാട്ടെ. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം. ഞാൻ അവിടെ നിന്ന് അല്പം കൂടെ ആഴത്തിലേക്ക് ഇറങ്ങി ആ പഠനത്തിലേക്ക് പോവുകയാണ്. നമ്മൾ എന്തിനിത് പഠിക്കുന്നു എന്ന് ശ്രദ്ധിക്കുക. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 46-ാമത്തെ വാക്യം നമുക്ക് നോക്കാം. നിങ്ങൾ മോശയെ വിശ്വസിച്ചുവെങ്കിൽ എന്നെ വിശ്വസിക്കുമായിരുന്നു, അവൻ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. മോശ എഴുതിയിരിക്കുന്നത് ദൈവജനത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളെ ഉത്ബോധിപ്പിക്കുകയാണ്. യേശുക്രിസ്തു പറഞ്ഞ വാക്കുകളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. ഫോർ ഹി മോസസ് റോട്ട് ഓഫ് മീ. മോശ 5 ഗ്രന്ഥം എഴുതി. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം. മോശ 5 ഗ്രന്ഥങ്ങൾ എഴുതി, സങ്കീർത്തനം എഴുതിയിട്ടുണ്ട്. ഈ 5 ഗ്രന്ഥങ്ങളിൽ കർത്താവിന്റെ വാക്കുകളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. മോസസ് റോട്ട് അബൌട്ട് മീ. അവൻ എന്നെ കുറിച്ച് എഴുതി. നമ്മൾ ഇനി ശ്രദ്ധിച്ചു നോക്കിയാൽ ഞാൻ പറയുന്നതൊന്ന് നിങ്ങൾ കണക്കാക്കണം. പുറപ്പാട് പുസ്തകത്തിൽ ഈ സമാഗമന കൂടാരത്തെ കുറിച്ച് 13 അധ്യായമുണ്ട്. പുറപ്പാട് പുസ്തകത്തിൽ 13 അധ്യായം. സംഖ്യാപുസ്തകത്തിലും 13 അധ്യായം. ലേവ്യ പുസ്തകത്തിൽ 18 അധ്യായം. ആവർത്തന പുസ്തകത്തിൽ 2 അധ്യായം. ഞാൻ ഒന്നുകൂടെ പറയട്ടെ. പുറപ്പാട് പുസ്തകത്തിൽ 13 അധ്യായം, സംഖ്യാപുസ്തകത്തിൽ 13 അധ്യായം, ലേവ്യ പുസ്തകത്തിൽ 18 അധ്യായം, ആവർത്തന പുസ്തകത്തിൽ 2 അധ്യായം. അപ്പൊ മോശ എഴുതിയ പഞ്ചഗ്രന്ഥങ്ങളിൽ 46 അധ്യായം എഴുതിയിട്ടുണ്ട് സമാഗമന കൂടാരത്തെ കുറിച്ച്. കർത്താവ് പറഞ്ഞ വാക്കെന്തുവാ? അവൻ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. 46 അധ്യായത്തിൽ മോശ എഴുതിയ പഞ്ചഗ്രന്ഥത്തിൽ 46 അധ്യായത്തിൽ അത് രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ, പുതിയ നിയമത്തിൽ നമ്മൾ കടന്നു വരുമ്പോൾ എബ്രായ ലേഖനത്തിൽ 4 അധ്യായത്തിൽ എഴുതിയിരിക്കുന്നു. എബ്രായ ലേഖനത്തിൽ 4 അധ്യായം. അപ്പൊ മോശ എഴുതിയ 46 അധ്യായവും പുതിയ നിയമത്തിലെ 4 അധ്യായം കൂടെ കൂട്ടുമ്പോൾ എത്ര അധ്യായമായി? 50 അധ്യായം. എൻ്റെ സഹോദരന്മാരോടും എന്നെ കേൾക്കുന്ന ആരുമായിക്കൊള്ളട്ടെ, ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിച്ചോട്ടെ. ദൈവം തിരുവചനത്തിൽ സിസ്റ്റപ്പിനെ കുറിച്ച് എഴുതാൻ, വീഴ്ചയെ കുറിച്ച് എഴുതാൻ, ജലപ്രളയത്തെ കുറിച്ച് എഴുതാനൊക്കെ എത്ര അധ്യായം എടുത്തു? 2 അധ്യായം. ഉൽപ്പത്തി 1-2 അധ്യായത്തിൽ ഈ വലിയ സംഭവങ്ങളെ രക്തചുരുക്കമായി എഴുതുമ്പോൾ, ദൈവം അതിലൂടെ നമുക്ക് വേണ്ടതൊക്കെ എഴുതി തരുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരോട് ഞാൻ ചോദിക്കട്ടെ, ബൈബിളിൽ മോശ 46 അധ്യായവും പുതിയ നിയമ എബ്രായ ലേഖന കർത്താവ് 4 അധ്യായവും കൂടെ ചേർത്ത് 50 അധ്യായത്തിലൂടെ ഈ സമാഗമന കൂടാരം എഴുതുമ്പോൾ അതിന്റെ പ്രാധാന്യത എത്രയുണ്ടെന്ന് ചിന്തിച്ച് 50 chapters in the scripture concerning tabernacle. സമാഗമന കൂടാരത്തെ കുറിച്ച് 50 അധ്യായം എഴുതുമ്പോൾ അതിന്റെ പ്രാധാന്യത നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. നമുക്ക് വേണ്ടി, നമ്മുടെ ബുദ്ധി ഉപദേശത്തിന്, നമുക്ക് ദൃഷ്ടാന്തമായി, നമുക്ക് എക്സാമ്പിളായി ദൈവം ഇത് എഴുതി വെച്ചിരിക്കുക. ഇറ്റ് ഈസ് ഫോർ അവർ ലേണിംഗ്. നമ്മുടെ പഠനത്തിന് വേണ്ടി ഇത് എഴുതി വെച്ചിരിക്കുക. നമ്മൾ പഠിക്കാതിരുന്നാലോ? ഞാനൊരു സത്യം ദുഃഖത്തോടെ പറയട്ടെ, വിശ്വാസ സമൂഹത്തിൽ ഒരു ഏറിയ പങ്കും ഇതെന്താണെന്ന് പോലും അറിയത്തില്ല, ഇതിനെക്കുറിച്ച് പഠിക്കാറില്ല. ദൈവോദ്ദേശ കാര്യങ്ങൾ നടക്കുമോ ഒന്ന് ചോദിച്ചു നോക്കിയേ. വീണ്ടും നമുക്ക് ഈ വിഷയത്തിലേക്ക് വരാം. ഈ സമാഗമന കൂടാരം 46 അധ്യായം
മോശയുടെ പഞ്ചഗ്രന്ഥത്തിലും 4 അധ്യായം എബ്രായ ലേഖനത്തിലും രേഖപ്പെടുത്തി 50 അധ്യായത്തിലൂടെ നമുക്കിത് രേഖപ്പെടുത്തി തരുമ്പോൾ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, 50 അധ്യായത്തിലൂടെ ഇത് രേഖപ്പെടുത്തി തരുമ്പോൾ ഇതെങ്ങനെ തുറന്നു നോക്കാം? എങ്ങനെ നമുക്ക് ഇതിലേക്കൊന്ന് കടക്കാം? ഞാൻ അതിൻ്റെ ഒരു രഹസ്യം പറയാം. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം എന്നെടുത്താട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം. ഇതിനൊരു കീ ഉണ്ട്, ഇതിനൊരു താക്കോലുണ്ട് തുറക്കാൻ. 11-ാം അധ്യായം, എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 52-ാമത്തെ വാക്യം നോക്കിയാട്ടെ. 52-ാമത്തെ വാക്യം: ന്യായശാസ്ത്രിമാരായ നിങ്ങൾക്ക് അയ്യോ കഷ്ടം, നിങ്ങൾ പരിജ്ഞാനത്തിന്റെ താക്കോൽ എടുത്തു കളഞ്ഞു. നിങ്ങൾ തന്നെ കടക്കുന്നില്ല, കടക്കുന്നവരെ തടുത്തും കളഞ്ഞു. കർത്താവ് ന്യായശാസ്ത്രിമാരായ പരീശന്മാരോടും സദൂക്യരോടും ഒക്കെ സംസാരിക്കുകയാണ്. ഒറ്റ വാക്കോടെ ചിന്തിക്കുക, നിങ്ങള് പരിജ്ഞാനത്തിന്റെ താക്കോൽ എടുത്തു കളഞ്ഞു. എന്താ അതിന്റെ അർത്ഥം? There is a key of knowledge. ഒരു താക്കോൽ ഉപയോഗിക്കുന്നത് ഒരു പെട്ടി തുറക്കാൻ, ഒരു താക്കോൽ ഉപയോഗിക്കുന്നത് ഒരു വീട് തുറക്കാൻ, ഒരു സ്റ്റാർട്ട് ചെയ്യാൻ, നോക്കുക, ഒരു വസ്തുത തുറക്കുവാനായിട്ട് ഉപയോഗിക്കുന്നതാണ് താക്കോല്. ഇവിടെ കർത്താവ് പറയുകയാണ്, നിങ്ങള് ന്യായശാസ്ത്രിമാരായ നിങ്ങൾ, പഴയ നിയമത്തിന്റെ ഏടുകളെ വ്യാഖ്യാനിക്കുന്ന നിങ്ങള് ഈ താക്കോൽ എടുത്തു കളഞ്ഞിട്ടായി തുറക്കാൻ നോക്കുന്നേ. നിങ്ങൾക്ക് തുറക്കാനൊക്കില്ലേ? അപ്പോൾ ഒരു സത്യം ഓർക്കണം, ദൈവവചനത്തെ തുറന്നു മനസ്സിലാക്കാൻ കഴിയുന്ന താക്കോൽ എന്താണെന്നറിയാമോ? യേശുക്രിസ്തുവാണ്. എന്റെ സഹോദരന്മാരെ, പഴയ നിയമ യാഗങ്ങൾ പറയുന്നു. ആ യാഗങ്ങൾ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ളതാണെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ എന്തോ ഒരു അർത്ഥമാണ്. പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങൾ, ഈ സമാഗമന കൂടാരം തന്നെ ഇത് ക്രിസ്തുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് പറഞ്ഞിരിക്കുന്നു. ആ താക്കോലൊന്ന് ഉപയോഗിച്ച് നോക്കുമ്പോൾ ഇതിന്റെ കലവറ തുറന്നും കിട്ടുകയാണ്. നമുക്കറിയാം, ലൂക്കോസ് 24 എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാരോട് കർത്താവ് സംസാരിക്കുമ്പോൾ ആ വാക്കൂടെ നമുക്ക് നോക്കാം. അതിൻ്റെ ലൂക്കോസ് 24-ന്റെ 44-ാമത്തെ വാക്യം. 44-ാമത്തെ വാക്യം: പിന്നെ അവൻ അവരോട്, ഇതാകുന്നു നിങ്ങളോട് കൂടെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വാക്ക്, മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെ നിവൃത്തിയാകണമെന്നുള്ളത് കൊണ്ട് എന്ന് പറഞ്ഞ് തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു. അവിടെ വളരെ വ്യക്തമായി നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. മോശയുടെ ന്യായപ്രമാണത്തെ അവൻ വ്യാഖ്യാനിച്ചു കൊടുത്തു. അവനെ കുറിച്ചുള്ളത് അവന് കാണിച്ചു കൊടുക്കുകയാണ്. ഞാൻ ആ ഭാഗം അവിടെ വിടട്ടെ പ്രിയപ്പെട്ടവരെ. നമ്മൾ എന്തിന് ഇത് പഠിക്കണം? നമ്മൾ വളരെ ലളിതമായി ചിന്തിക്കുക. ദൈവത്തിന്റെ ആലോചനയിൽ നിന്ന് ദൈവം കൽപ്പിച്ചാക്കിയതാണ് ഈ സമാഗമന കൂടാരം. 3500 വർഷം മുമ്പ് കൂടാരത്തിൽ വസിച്ച യഹൂദന്മാർ മരുഭൂമിയെ താണ്ടി വാഗ്ദത്ത നാട്ടിലേക്ക് പോകുമ്പോൾ ദൈവം അവരുടെ മധ്യത്തിൽ വസിപ്പാൻ അവൻ കാണിച്ച മാതൃക പ്രകാരം തന്നെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് അതിൻ്റെ ഓരോ ഡീറ്റെയിലും ദൈവം പറഞ്ഞു കൊടുക്കുകയാണ്. ആ ഡീറ്റെയില് നമ്മൾ പഠിച്ചു. ദൈവം അത് കൽപ്പിക്കുമ്പോൾ ദൈവം നമ്മളെ കണ്ടുകൊണ്ടാണ് കൽപ്പിക്കുന്നത്. നമ്മളെ ആയിരുന്നു അവന്റെ ഹൃദയത്തിൽ. നമ്മുടെ പഠനം, നമ്മൾ പഠിക്കുവാൻ മുന്നെഴുതിയിരിക്കുന്നതൊക്കെ നമ്മുടെ ഉപദേശത്തിനാണ്. ഇറ്റ് ഈസ് ഫോർ അവർ ലേണിംഗ്. നമ്മൾ കണ്ടു, കൊരിന്ത്യർ ലേഖനത്തിൽ കണ്ടു, ഇത് നമുക്ക് ദൃഷ്ടാന്തമായിരുന്നു. മറ്റൊന്ന് റിട്ടൺ ഫോർ അവർ അഡ്മോണിഷൻ, നമുക്ക് ബുദ്ധിയുപദേശത്തിനാണ്. ഇതിന്റെ താക്കോൽ എന്ന് ഇത് സ്വർഗീയമായ ഇതിന്റെ നിഴലാണ്. അവ സ്വർഗീയമായത് കൂടുതൽ മനസ്സിലാക്കാൻ, നമ്മൾ ആ സ്വർഗമണ്ഡലങ്ങളെ കുറിച്ച് കൂടുതൽ ഗ്രഹിക്കാൻ ഒക്കെ നമ്മൾ തിരുവചനത്തിലൂടെ പോണ്ടർ ചെയ്യുമ്പോൾ, തപ്പി നടക്കുമ്പോൾ, നമ്മൾ അരച്ചു പെറുക്കുമ്പോൾ നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കാൻ ആവശ്യമായ ഒരു ഭാഗമാണ് ഈ സമാഗമന കൂടാരം എന്നുള്ളത് ഞാൻ ഓർപ്പിക്കട്ടെ. ഞാൻ ഓർപ്പിച്ച പോലെ 50 അധ്യായങ്ങളാണ് ഇതിന് എഴുതിയിരിക്കുന്നത്. നമ്മൾ വീണ്ടും ഈ പഠനത്തിന്റെ വേറൊരു ഭാഗത്തിലേക്ക് പോവുകയാണ്. പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം, എക്സോഡസിലാണ് ഇത് ഏറ്റവും കൂടുതൽ കൽപ്പിച്ചാക്കി ഇത് ഉണ്ടാക്കുവാനായിട്ടൊക്കെ പറഞ്ഞത്. അതിന്റെ 9-ാം വാക്യം നോക്കിയാട്ടെ. 8-9 നമുക്ക് വായിക്കാം. പുറപ്പാട് പുസ്തകവും 8-9 വാക്യം: ഞാൻ അവരുടെ നടുവിൽ വസിപ്പാൻ അവരെനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. തിരുനിവാസവും അതിൻ്റെ ഉപകരണങ്ങളും ഞാൻ കാണിക്കുന്ന മാതൃക പ്രകാരമൊക്കെയും തന്നെ ഉണ്ടാക്കണം. ആ വാക്ക് നോക്കി, തിരുനിവാസവും അതിൻ്റെ ഉപകരണങ്ങളും ഞാൻ കാണിക്കുന്ന മാതൃക പ്രകാരമൊക്കെയും തന്നെ ഉണ്ടാക്കണം. ആഫ്റ്റർ ദ പാറ്റേൺ ഐ ഹാവ് ഷോൺ യു.
അപ്പം താൻ കാണിച്ചു കൊടുക്കുകയായിരുന്നു ഇതെങ്ങനെ ഉണ്ടാക്കണം. മോശയെ പർവ്വതത്തിൽ വിളിച്ചു കയറ്റിയിട്ട് ഈ സമാഗമന കൂടാരത്തിന്റെ എല്ലാ ഡീറ്റെയിലും കൊടുത്തു. നമുക്ക് ഇതോട് ചേർത്ത് പുതിയ നിയമത്തിൽ എബ്രായ ലേഖനം ഒന്ന് വായിക്കാം. 8-ാം അധ്യായം എടുത്താട്ടെ. നമുക്ക് എബ്രായ ലേഖനത്തിൽ ഒരു റെഫറൻസ് വെച്ചേക്കാം. ഒരു കടലാസോ ഒരു മാർക്കോ വല്ലോ ഒന്ന് വെച്ചോ. കാരണം നമ്മൾ ഒരുപാട് വായിക്കാൻ പോകുന്ന ഒരു ഭാഗമാണ് ഇതോട് ചേർത്ത് എബ്രായ ലേഖനം. നമ്മൾ കണ്ടു ഈ 46 അധ്യായത്തിൽ പറഞ്ഞ സമാഗമന കൂടാരത്തെ 4 അധ്യായത്തിലൂടെ എബ്രായ ലേഖന കർത്താവും എടുത്ത് പറയുന്നുണ്ട്. എബ്രായ ലേഖനം 8-ാം അധ്യായം, നമുക്ക് അവിടെ ഒരു മാർക്ക് വെച്ചേക്കാം. ഓക്കെ, എബ്രായ ലേഖനം 8-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം നോക്കിയാട്ടെ. കൂടാരം തീർപ്പാൻ മോശെ ആരംഭിച്ചപ്പോൾ പർവ്വതത്തിൽ നിനക്ക് കാണിച്ച മാതൃപ്രകാരം നീ സകലവും ചെയ്യുവാൻ നോക്കുക എന്ന് അവനോട് അരുളി ചെയ്ത പോലെ. ഈ വാക്യമല്ലേ നമ്മൾ വായിച്ചത് എബ്രായ ലേഖനത്തിൽ? തിരുനിവാസവും അതിന്റെ ഉപകരണവും ഞാൻ കാണിക്കുന്ന മാതൃകയൊക്കെയും തന്നെ ഉണ്ടാക്കണം. എബ്രായ ലേഖനം 25:9 ദൈവം കാണിച്ചു കൊടുത്തു അതിന്റെ മാതൃക. ഇവിടെ പുതിയ നിയമത്തിൽ വരുമ്പോൾ എബ്രായ ലേഖനം 8:5 വായിക്കുന്നു, കൂടാരം തീർപ്പാൻ മോശെ ആരംഭിച്ചപ്പോൾ പർവ്വതത്തിൽ നിനക്ക് കാണിച്ച മാതൃപ്രകാരം നീ സകലവും ചെയ്യുവാൻ നോക്കുക എന്ന് അവനോട് അരുളി ചെയ്തു. ഇനിയും അവിടെ ഒരു കാര്യം നോക്കുക, ഇത് ദൈവം കാണിച്ചു കൊടുത്തു ഇതിന്റെ മാതൃക. അതിന്റെ നമ്മൾ വായിച്ചതിന്റെ ബാക്കി ഭാഗം നോക്കാം. അവർ സ്വർഗീയത്തിന്റെ ദൃഷ്ടാന്തവും നിഴലുമായതിൽ ശുശ്രൂഷിക്കുന്നു. ഓ സ്തോത്രം! നോക്കിയേ പ്രിയപ്പെട്ടവരെ, അവർ സ്വർഗീയമായതിന്റെ ദൃഷ്ടാന്തവും നിഴലുമായതിൽ ശുശ്രൂഷിക്കുന്നു. നമ്മൾ ഇത് പഠിക്കുമ്പോൾ എൻ്റെ മനസ്സിലൊരു കാര്യം ഓടി വരുന്നുണ്ട്. കൊലോസ്യ ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നിങ്ങൾ അവനോടുകൂടെ ഉയർത്തുന്നേറ്റിരിക്കുന്നു എങ്കിൽ ഉയരത്തിലുള്ളത് അന്വേഷിപ്പേൻ, ഉയരത്തിലുള്ളത് അന്വേഷിപ്പേൻ. എൻ്റെ ജീവിതാനുഭവത്തിൻ്റെ ഒരു പ്രത്യേക ദിവസങ്ങളാണ്. എൻ്റെ മകൻ്റെ മരണശേഷം എനിക്കറിയാം അവൻ രക്ഷിക്കപ്പെട്ട ഒരു ദൈവഇതലാണ്. അവനെ ദൈവകൃപയുടെ അത്ഭുതത്താൽ അവൻ സ്വർഗത്തിൽ കാണും. ഞാൻ അവനെ കാണുമെന്നുള്ളൊരു ഉറപ്പ് എനിക്കുണ്ട്. പക്ഷെ എൻ്റെ മനസ്സിൽ ഞാൻ ഇത്രയും ദൈവജനം ശുശ്രൂഷിക്കുകയും മറ്റുള്ളവരെ പഠിപ്പിക്കുകയൊക്കെ ചെയ്തെങ്കിലും എൻ്റെ മനസ്സിൽ വീണ്ടും വീണ്ടും ചോർക്കും, ഇപ്പോൾ അവൻ എന്ത് ചെയ്യുകയാണ്, അവിടെ എങ്ങനെയാണെന്നൊക്കെയുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിൽ പലപ്പോഴും കടന്നു വരാറുണ്ട്. എനിക്കത് മനസ്സിലാക്കാൻ കഴിയുന്ന ഏക ഭാഗം ദൈവവചനമല്ലാതെ എനിക്ക് വേറെ ഒന്നുമില്ല. എനിക്ക് പ്രത്യേക വെളിപ്പാടൊന്നും ഇപ്പം തരത്തില്ല. ദൈവവചനത്തിലൂടെ ഞാനത് നോക്കണം. ദൈവവചനത്തിലൂടെ ഞാൻ നോക്കുമ്പോൾ ഈ സമാഗമന കൂടാര പഠനത്തിലും ഞാൻ ഇത്രയും താല്പര്യം കാണിക്കുന്നതിന്റെ ഒരു കാരണം ഇവിടെ ഞാൻ ഓർപ്പിക്കുകയാണ്. കാരണം ഇതും എന്താണ്, അവർ സ്വർഗീയത്തിന്റെ ദൃഷ്ടാന്തവും നിഴലുമായതാണ്. നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ സ്വർഗത്തിലുണ്ട്. ആ സ്വർഗത്തിന്റെ കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ നമുക്കിത് വളരെ സഹായമാണ്. നമ്മൾ ഓർത്തതുപോലെ ഇതിന്റെ മാതൃക ദൈവം കാണിച്ചു കൊടുത്താണ്. നമ്മൾ പുതിയ നിയമത്തിൽ കടന്നു വരുമ്പോൾ, വെളിപ്പാട് പുസ്തകത്തിൽ കടന്നു വരുമ്പോൾ ഈ സ്വർഗത്തിന്റെ നിഴലിൽ ദൃഷ്ടാന്തമാണെന്ന് വായിച്ചില്ലേ? ഞാൻ ചില കാര്യങ്ങളൊന്ന് ഓർപ്പിച്ചോട്ടെ. വെളിപ്പാട് പുസ്തകം ഒന്ന് എടുത്താട്ടെ, അവസാനത്തെ ഗ്രന്ഥം. ഈ അവസാനത്തെ ഗ്രന്ഥം എടുക്കുമ്പോൾ നമുക്ക് ചില റെഫറൻസസ് ഉണ്ട്. 6-ാം അധ്യായം എടുത്താട്ടെ, വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം. എല്ലാം എടുത്താൽ ഒരു വേറെ പഠനമായി പോകും. എന്നാൽ നിങ്ങളുടെ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാം. 6-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം നോക്കിയാട്ടെ. അവൻ 5-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ദൈവജന നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഏതുവായും അറുക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ യാഗപീഠത്തിന്റെ കീഴിൽ കണ്ടു. എവിടെയാണ് ഈ യാഗപീഠം? സ്വർഗത്തിലുള്ള യാഗപീഠത്തിന്റെ കീഴിലാണ്. മഹോപദ്രവ കാലഘട്ടത്തിൽ അറുക്കപ്പെട്ടവരുടെ ആത്മാക്കൾ എവിടെയാണ്? സ്വർഗത്തിലൊരു യാഗപീഠമുണ്ട്. ആ യാഗപീഠത്തിന്റെ കീഴിൽ അവരുടെ ആത്മാക്കളെ ഞാൻ കണ്ടു. സ്വർഗത്തിന്റെ നിഴലും ദൃഷ്ടാന്തവുമായ ഈ സമാഗമന കൂടാരത്തിൽ നമ്മൾ യാഗപീഠങ്ങൾ കാണുന്നു. 2 യാഗപീഠമുണ്ട്. ഒന്ന് താമ്ര യാഗപീഠം, മറ്റൊന്ന് സ്വർണ്ണ ധൂപ പീഠം. നമുക്കത് പഠിക്കുമ്പോൾ കൂടുതലായി മനസ്സിലാക്കാം. ആ താമ്ര യാഗപീഠത്തിങ്കൽ വന്ന് അവരുടെ പാപത്തിന്റെ പരിഹാരത്തിനായി ദൈവത്തോട് നിരപ്പ് പ്രാപിക്കുന്നു. ക്രൂശിന്റെ നിഴലാണ്. അതിന്റെ ശേഷം ആരാധിക്കുന്ന പുരോഹിതന്മാർ അകത്ത് വരുമ്പോൾ ദൈവത്തിന് മണക്കുവാൻ സൗരഭ്യമായ ആ വസ്തുതകൾ സ്വർണ്ണ ധൂപപീഠത്തിൽ അർപ്പിക്കുമ്പോൾ അത് സൗരഭ്യമായ ഉയരത്തിലേക്ക് കരയേറുന്നു. അവിടെ പുരോഹിതന്മാർ, വീണ്ടെടുക്കപ്പെട്ട പുരോഹിതന്മാർ ദൈവത്തിന് കഴിക്കുന്ന ആരാധനയാണ്. സ്വർഗത്തിന്റെ നിഴലും ദൃഷ്ടാന്തമായി അവർ ശുശ്രൂഷിക്കുന്നു. സ്വർഗത്തിൽ നമ്മൾ കണ്ടു ഒരു യാഗപീഠം. 2
വെളിപ്പാട് ദിവസം തന്നെ 4-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം നോക്കിയേ. 4-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം. സിംഹാസനത്തിന് മുമ്പിൽ പളുങ്കിനൊത്ത കണ്ണാടിക്കടൽ, ക്ലിയർ ക്രിസ്റ്റൽ ഗ്ലാസ് പോലെയുള്ള ഒരു കടൽ. സമാഗമന കൂടാരത്തിലോട്ട് നോക്കി. യാഗപീഠം കഴിഞ്ഞ ഉടൻ ഒരു പിത്തള തൊട്ടി വെച്ചിട്ടുണ്ട്. അത് വെള്ളം നിറച്ചു വെച്ചിരിക്കുക. അതിന്റെ വലുപ്പമൊക്കെ എത്രയാണെന്ന് പറഞ്ഞിട്ടില്ല. പിത്തള തൊട്ടി, അതിനകത്ത് വെള്ളമാണ്. നോക്കുക, ദൈവം വസിക്കുന്ന ദൈവത്തിന്റെ ആലയത്തിന്റെ മുന്നിൽ നോക്കുക, വെള്ളം വെച്ചിരിക്കുകയാണ്. സ്വർഗത്തിന്റെ നിഴലും ദൃഷ്ടാന്തവുമായത് സ്വർഗം നമുക്ക് കാണിച്ചു തന്നു. 4-ാം അധ്യായം. അവിടെ ദൈവത്തിന്റെ മുന്നിൽ പളുങ്കിനൊത്ത കണ്ണാടിക്കടൽ. യാത്ര ചെയ്യുന്ന യഹൂദന്മാർക്ക് കടലെടുത്തോണ്ട് പോകാനൊക്കെയല്ല. ദൈവം അതിന് ആ പിത്തള തൊട്ടിയിൽ ആ വെള്ളം വെക്കാനായിട്ട് ആവശ്യപ്പെട്ടു. സ്വർഗത്തിന്റെ ദൃഷ്ടാന്തമാണ്. തീർന്നില്ലേ? വീണ്ടും നമ്മള് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം. യെസ്, അവിടെ നോക്കുമ്പോൾ തിരിഞ്ഞപ്പോൾ 7 പൊൻനിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലങ്കി ധരിച്ച മാറത്ത് പൊൻകച്ച് കിട്ടിയ മനുഷ്യത്വങ്ങളുടെ സദസ്യനെ കണ്ടു. നോക്കുക, അവിടെ 7 നിലവിളക്ക്. നമ്മുടെ സമാഗമന കൂടാരത്തിൽ കാണുന്ന നിലവിളക്കും 7 കവരവിളക്കാണ്. വീണ്ടും നമുക്കത് പിന്നെ പഠിക്കാം. 8-ാം അധ്യായത്തിൽ നിന്നുകൂടെ ഞാനൊരു വാക്യം കാണിച്ചോട്ടെ. 8-ാം അധ്യായത്തിൽ പലതുണ്ട്. ഞാൻ 1-2 വാക്യം കൂടെ കാണിച്ചേക്കാം. 8-ാം അധ്യായം, വെളിപ്പാട് ദിവസം 8-ാം അധ്യായം. 8-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം നോക്കി. മറ്റൊരു ദൂതൻ ഒരു സ്വർണ്ണ ധൂപകലശമായി വന്ന് യാഗപീഠത്തിനരികെ നിന്നു സിംഹാസനത്തിന് മുമ്പിലുള്ള സ്വർണ്ണപീഠത്തിന്മേൽ സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയോടുകൂടെ ചേർക്കേണ്ടതിന് വളരെ ധൂപവർഗം അവന് കൊടുത്തു. സൗന്മാരെ ഈ വാക്കൊന്ന് ശ്രദ്ധിച്ചാട്ടെ. സ്വർണ്ണ ധൂപപീഠം. സമാഗമന കൂടാരത്തിൽ ദൈവത്തിന്റെ മുന്നിൽ ആ തിരശീലയ്ക്ക് മുന്നിൽ സ്വർണ്ണ ധൂപപീഠം ഇരിപ്പുണ്ട്. അവിടെ നിന്ന് സൗരഭ്യം കരയറ്റുന്നു. ഇവിടെ നോക്കുക, നമ്മൾ വായിക്കുമ്പോൾ സ്വർഗത്തിന്റെ കാര്യം പറയുമ്പോഴും നോക്കുക, അവിടെ വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന സ്വർണ്ണ ധൂപപീഠം സുഗന്ധം കരയേറുകയാണ്. അത് സ്വർഗത്തിലാണ്. ആ സ്വർഗത്തിലായതിന്റെ സൗരഭ്യമാണ്. ഒരു കാര്യം ഓർക്കുക, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ അവനെ ആരാധിക്കുമ്പോൾ, നമ്മൾ ഹൃദയം പകരുമ്പോൾ ഒരു ധൂപകലശത്തിൽ നിന്ന് സൗരഭ്യം ഉയരുന്ന പോലെ ദൈവത്തെ അന്വേഷിക്കുന്ന ഈ ദൈവമക്കളുടെ ഹൃദയത്തിൽ നിന്ന് ദൈവത്തിന് സൗരഭ്യമുള്ള യാഗങ്ങൾ ഉയരുകയാണ് ആ പ്രാർത്ഥന എന്ന ധൂപകലശത്തിൽ നിന്ന്. അവിടെയും സ്വർണ്ണ ധൂപകലശം എന്ന് നമ്മൾ വായിക്കുന്നു. ഇനി നമുക്ക് 11-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം നോക്കിയാട്ടെ. 11-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം. വെളിപ്പാട് പുസ്തകം തന്നെ 11-ന്റെ 19-ാമത്തെ വാക്യം. അവിടെ വായിക്കുന്നു, അപ്പോൾ സ്വർഗത്തിലെ ദൈവാലയം തുറന്നു. സ്തോത്രം. അവിടെ വീണ്ടും നോക്കിയാട്ടെ, സ്വർഗത്തിൽ ഒരു ദൈവാലയമുണ്ട്. സ്വർഗത്തിൽ ദൈവാലയം തുറന്നു. അവന്റെ നിയമപ്പെട്ടകം അവന്റെ ആലയത്തിൽ പ്രത്യക്ഷമായി. സൗന്മാരെ, അതിന്റെ ദൃഷ്ടാന്തമാണ്, സ്വർഗത്തിന്റെ നിഴലാണ് ഈ താഴെയുള്ള സമാഗമന കൂടാരം. ആ കൂടാരത്തിൽ ദൈവം ഇരിക്കുന്നതും ഒരു നിയമപ്പെട്ടകത്തിന്റെ മുകളിലാണ്, ആർക്കിന്റെ മുകളിലാണ്. സ്വർണം കൊണ്ടുണ്ടാക്കി കതിരമരം കൊണ്ടുണ്ടാക്കി സ്വർണം പൊതിഞ്ഞ് അതിന്റെ മുകളിൽ തനി തങ്കം കൊണ്ടുള്ള മേഴ്സി സീറ്റ്, ആ കൃപാസനത്തിന്റെ മുകളിൽ ദൈവം പ്രത്യക്ഷപ്പെടുമ്പോൾ സ്വർഗത്തിൽ സ്വർഗത്തിലെ ദൈവാലയം തുറന്നപ്പോൾ നിയമപ്പെട്ടകം പ്രത്യക്ഷമായി. യെസ്, ഒരു വാക്കൂടെ പറഞ്ഞു നിർത്തിയേക്കാം. അപ്പൊ നിങ്ങൾക്കറിയാം, 2-ാം അധ്യായത്തിൽ കടന്നു വരുമ്പോൾ വെളിപ്പാട് ദിവസം 2-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം. ആത്മാവ് സഭകളോട് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ, ജയിക്കുന്നവന് ഞാൻ മറിഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. സമാഗമന കൂടാരത്തിന്റെ അകത്ത്, അതിവിശുദ്ധ സ്ഥലത്ത്, പെട്ടകത്തിന്റെ അകത്ത് മറിഞ്ഞിരിക്കുന്ന ഒരു മന്നയുണ്ട്. ദൈവസഭയ്ക്ക് കൊടുത്തു, വാഗ്ദത്തം കൊടുത്തു. ജയിക്കുന്നവന് ഞാൻ മറിഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. ഞാൻ എന്തിനാ ഇത്രയങ്ങ് പറഞ്ഞെന്നറിയാമോ? പത്മോസിൽ കിടക്കുന്ന യോഹന്നാനെ ദൈവം വെളിപ്പെടുത്തിയപ്പോൾ ആ സ്വർഗീയമായതിന്റെ നിഴലായി ദൈവം കൽപ്പിച്ചാക്കിയ സമാഗമന കൂടാരത്തിലുള്ള പലതും സ്വർഗത്തിൽ കാണപ്പെടുവാൻ, സ്വർഗത്തിൽ കാണുന്നത് പത്മോസിൽ വെച്ച് ദൈവം വെളിപ്പെടുത്തി. അപ്പോൾ സ്വർഗത്തെക്കുറിച്ച് പഠിക്കാൻ, സ്വർഗീയമായത് പഠിക്കാൻ നമ്മളിത് മനസ്സിലാക്കേണ്ടത് ആവശ്യം. നമ്മൾ ഓർക്കണം, ദൈവമാണ് ഇത് വെളിപ്പെടുത്തി കൊടുത്തത്. ദൈവജ്ഞാനം അതിൻ്റെ പിറകിലുണ്ട്, ദൈവത്തിന്റെ ആലോചനയുണ്ട്. ഇനി ഇതൊക്കെ ഉണ്ടാക്കണം. ഈ സമാഗമന കൂടാരത്തിന്റെ ഉപകരണങ്ങളൊക്കെ പഠിച്ചു നോക്കിയാൽ
എന്തൊരു ജ്ഞാനമാണ്. ഈ ഈ ഈ വെള്ളം വെച്ചിരിക്കുന്ന പാത്രം എങ്ങനെ ഉണ്ടാക്കുന്ന നമ്മൾ പഠിക്കുന്ന ഡീറ്റെയിൽ ആയിട്ട് ഞാനൊന്ന് പറഞ്ഞു പോവുകയാണ്. ദൈവം പറഞ്ഞു, സ്ത്രീകൾ മുഖം നോക്കുന്ന കണ്ണാടി മേടിച്ചിട്ട് വേണം ഉണ്ടാക്കാൻ. ദർപ്പണം എന്നാ മലയാളത്തിൽ, മിറർ. അന്ന് പോളിഷ് ചെയ്ത ബ്രാസിലാ സ്ത്രീകൾ മുഖം നോക്കുന്നത്, ഇന്നത്തെ കണ്ണാടിയല്ല. ആ പോളിഷ് ചെയ്ത ബ്രാസ് അത് മേടിച്ചിട്ട് വേണം ഇത് ഉണ്ടാക്കാൻ. എന്തിനാ ദൈവം അത് പറഞ്ഞത്? ദൈവവചനം മുഖം നോക്കുന്ന കണ്ണാടിയാണ്. ദൈവം അത് കൽപ്പിക്കുകയാണ്. ദൈവം അത് ഓരോന്നും ദൈവം കൽപ്പിച്ചു കൊടുക്കുകയാണ്. അതുപോലെ കവരവിളക്ക്, 7 കവരവിളക്ക്. ഇച്ചിരി ബുദ്ധിമുട്ടാ കവരവിളക്ക് ഉണ്ടാക്കാൻ. കാരണം അത് ബദാം പൂക്കളും ബദാം കായ്കളും അങ്ങനെയാണ് അതിന്റെ ശിഖരം തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. ബദാം പൂക്കളും പുഷ്പങ്ങളും കായ്കളും ഒക്കെ ഉണ്ടാക്കി അതിങ്ങനെ വന്ന് അതിന്റെ അറ്റത്താണ് ഈ വിളക്ക്. അങ്ങനെ 7 കവരം. പക്ഷെ ദൈവം പറഞ്ഞു, അത് വേറെ ഉണ്ടാക്കിക്കൊണ്ടൊന്നും യോജിപ്പിക്കല്ലേ, ഒരു സ്വർണ്ണക്കട്ട എടുക്കണം. 100 റാത്തലുള്ള ഒരു സ്വർണ്ണക്കട്ട. ഈ സ്വർണ്ണക്കട്ട അടിച്ചടിച്ചടിച്ച് അത് 7ആയിട്ട് ഇങ്ങനെ ശിഖരമാക്കി ആ ഓരോ ശിഖരത്തിനും ഇതുണ്ടാക്കണമെന്ന് പറഞ്ഞു. ആരുണ്ടാക്കും? എങ്ങനെ ഉണ്ടാക്കും? ഇതൊക്കെ എളുപ്പമാണോ? ദൈവം അതിന് എന്താ ചെയ്തതെന്നറിയാമോ? 2 പേരുടെ പേരെടുത്ത് പറയുന്നുണ്ട്. പുതിയ നിയമത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് പഠിക്കാൻ കഴിയും. നമുക്ക് ആ പുറപ്പാട് ദിവസം തന്നെ 31-ാം അധ്യായം നോക്കിയേ. ഇതുണ്ടാക്കാനായിട്ട് ദൈവം 2 പേരെ ദിവ്യാത്മാവിനാൽ നിറയ്ക്കുകയാണ്. ശൗരന്മാരെ, പുതിയ നിയമത്തിൽ നമ്മളത് വായിക്കുന്നു. തൻ്റെ ദാസന്മാർ ആത്മനിറവുള്ളവരായിരിക്കണം. ഇവിടെ ഈ ദൈവമന്ദിരം, ദൈവം വസിക്കുന്ന ആലയത്തിന്റെ പണികൾ ചെയ്യുവാൻ 31-ാം അധ്യായത്തിന്റെ പുറപ്പാട് 31-ന്റെ ആദ്യത്തെ 11 വാക്യം വായിക്കണം. ഞാൻ ശാന്തമായിട്ട് അത് വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക. യഹോവ പിന്നെ മോശയോട് കൽപ്പിച്ചെന്തെന്നാൽ, ഇതാ ഞാൻ യഹൂദാ ഗോത്രത്തിലെ ഹൂരിന്റെ മകനായ ഊരിയുടെ മകൻ ബെസലേലിനെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് അണ്ടർലൈൻ ചെയ്യാം. ഒരു പേര് ബെസലേൽ. ബെസലേലിനെ പേർ ചൊല്ലി വിളിക്കുക. അടുത്തായിട്ട് ശ്രദ്ധിക്കണം, അവൻ കൗശലപ്പണികൾ സങ്കല്പിച്ച് ചെയ്യുവാനും പൊന്ന്, വെള്ളി, താമ്രം എന്നിവ കൊണ്ട് പണി ചെയ്യുവാനും രത്നമിട്ടി പതിപ്പാനും മരത്തിൽ കൊത്തുപണി ചെയ്യുവാനും സകലവിധ പണിത്തരം ഉണ്ടാക്കുവാനും ഞാൻ അവനെ ദിവ്യാത്മാവിനാൽ ജ്ഞാനവും ബുദ്ധിയും അറിവും സകല സാമർഥ്യം കൊണ്ട് നിറച്ചിരിക്കുന്നു. വണ്ടർഫുൾ. ഇവിടെ നമ്മൾ വായിക്കുന്നു, ദിവ്യാത്മാവിനാൽ, പരിശുദ്ധാത്മാവിനാൽ. അതാണ് ദിവ്യാത്മാവിനാൽ ജ്ഞാനം, ബുദ്ധി, അറിവ്, സാമർഥ്യം ഞാൻ നിറച്ചിരിക്കുക. ഇവിടെ എന്താ പറയുന്നത്? ബെസലേലിനെ ദൈവം തൻ്റെ ആത്മാവിനാൽ നിറച്ച് ഈ പണികൾ ചെയ്യുവാനുള്ള ബുദ്ധിയും ജ്ഞാനവും കഴിവും സാമർഥ്യവും കൊടുക്കുകയാണ്. തീർന്നില്ല. 6-ാം വാക്യം നോക്കിക്കാട്ടെ. ഞാൻ ദാൻ ഗോത്രത്തിൽ അഹീസാമാക്കിന്റെ മകനായ ഒഹലിയാബിനെ, അടുത്ത ആള് ഒഹലിയാബ്, അണ്ടർലൈൻ ചെയ്തു, ഒഹലിയാബിനെ അവനോടുകൂടെ ആക്കുകയും സകല ജ്ഞാനികളുടെ ഹൃദയത്തിലും ജ്ഞാനം നൽകുകയും ചെയ്തിരിക്കുന്നു. ഞാൻ നിന്നോട് കൽപ്പിച്ചതൊക്കെയും അവൻ ഉണ്ടാക്കും. സമാഗമന കൂടാരവും സാക്ഷ്യപ്പെട്ടവും അതിന്മീതെയുള്ള കൃപാസനവും കൂടാരത്തിന്റെ ഉപകരണങ്ങളൊക്കെയും മേശയും അതിന്റെ ഉപകരണങ്ങളും തങ്കം കൊണ്ട് നിലവിളക്കും അതിന്റെ ഉപകരണങ്ങളൊക്കെയും തൂവപീഠവും ഹോമയാഗപീഠവും അതിന്റെ ഉപകരണങ്ങളൊക്കെയും തൊട്ടിയും അതിന്റെ കാലും വിശേഷ വസ്തുക്കളും പുരോഹിതനായ അഹരോന്റെ വിശുദ്ധ വസ്ത്രങ്ങളും പുരോഹിത ശുശ്രൂഷയ്ക്കായിട്ട് അവർ പുത്രന്മാരുടെ വസ്ത്രങ്ങളും അഭിഷേക തൈലവും വിശുദ്ധ മന്ദിരത്തിലുള്ള സുഗന്ധ ധൂപവർഗവും ഞാൻ നിന്നോട് കൽപ്പിച്ചതിലൊക്കെയും അവർ ഉണ്ടാക്കും. 2 പേരെ പേരെടുത്ത് പറഞ്ഞു, ബെസലേലും ഒഹലിയാബും. ബെസലേലും ഒഹലിയാബും ദിവ്യാത്മാവിനാൽ നിറയപ്പെട്ട് അവരിതൊക്കെ ചെയ്യും. എന്തിനു പറയുന്നു? പുതിയ നിയമ ഉപദേശത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് നമ്മളിൽ വസിക്കുന്നതിന്റെ കാരണം അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. ദൈവിക ശുശ്രൂഷയുള്ള ബന്ധത്തിൽ ബൈബിൾ സ്കൂളിൽ നിന്ന് PhD എടുക്കുന്നതോ THD എടുക്കുന്നതോ അല്ല ദൈവം പറയുന്നത്. മേശയിൽ ശുശ്രൂഷിക്കുന്നവരെ കുറിച്ച് പറയുമ്പോൾ അപ്പോസ്തലപ്രവൃത്തി 6-ാം അധ്യായത്തിൽ എടുത്ത് രേഖപ്പെടുത്തി. അവിടെ പറയുന്നുണ്ട്, നല്ല സാക്ഷ്യവും ആത്മനിറവുമുള്ള 7 പേരെ നിങ്ങളുടെ ഇടയിൽ തിരയുവാനായിട്ട് ആവശ്യപ്പെട്ടു. ദൈവസഭയിൽ തിരയണം. ആരെ തിരയണം? ആത്മനിറവുള്ളവരെ തിരഞ്ഞെടുക്കണം. ആത്മനിറവുള്ളവർ അവർ വേണം എന്ത് ചെയ്യാൻ? മേശയിൽ പോലും ശുശ്രൂഷിക്കാൻ.
വിധവമാർക്ക് ഭക്ഷണം കൊടുക്കുന്ന മേശയിൽ ശുശ്രൂഷിക്കാൻ ദൈവസഭയിൽ ഈ വിധത്തിൽ ദിവ്യജ്ഞാനം കൊണ്ട് നിറയുവാൻ പരിശുദ്ധാത്മ നിറവ് വേണം. എഫേസ്യർ 5-ാം അധ്യായത്തിൽ ആത്മാവ് നിറഞ്ഞവരായി ഒരു കമാൻഡാണ് നമ്മൾ ഇവിടെ കണ്ടു. പഴയ നിയമത്തിൽ മനോഹരമായി നമ്മൾ കണ്ടു. ഇവിടെ വാസ്തവത്തിൽ ഇതൊക്കെ ഉണ്ടാക്കുവാൻ വളരെ നമ്മൾ കണ്ടതുപോലെ ഒരു താലന്ത്, ഒരു കട്ട സ്വർണത്തിൽ നിന്ന് ഈ കവരവിളക്കൊക്കെ അടിച്ചുണ്ടാക്കണം. മറ്റോരോന്നും നോക്കുക. ഉദാഹരണമായിട്ട് യാഗപീഠം കതിരുമരം കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, തീയിട്ട് കത്തിക്കുക, 24 മണിക്കൂറും തീ കത്തുക യാഗപീഠത്തില്. ആ യാഗപീഠത്തിന്റെ ഇത് വെന്തു പോകത്തില്ലേ കതിരമരം? പക്ഷെ അത് വേകാതിരിക്കാൻ അതിന്റെ പുറത്ത് ബ്രാസ് ചേർത്തിരിക്കുക. അത് ഒട്ടും എയർ ഗ്യാപ്പ് ഇല്ലാതെ അത് പണിതെടുക്കണം. ആധുനിക ശാസ്ത്രം കണ്ടുപിടിച്ചു, തടി ആ വിധത്തിൽ ഒരു എയർ പോലും കിടക്കാതെ ബ്രാസിനോട് ചേർത്തിട്ട് വെച്ച് അത് ഒരു ബോക്സ് പോലെ ആക്കി തീക്കകത്തിട്ടാൽ ആ വിറകൊന്നും കത്തത്തില്ല, അതിനൊന്നും പറ്റത്തില്ല. ഇവിടെ ദിവ്യാത്മാവ് ദൈവജ്ഞാനത്തിന്റെ വലുപ്പം മാത്രമല്ല, അവിടെ കൽപ്പിച്ചാക്കുന്ന ഓരോ മെറ്റീരിയൽസും. അവിടെ താമ്രയാഗപീഠം, ദൈവം താമ്രം കൊണ്ടുണ്ടാക്കാൻ പറഞ്ഞു. കോപ്പറാണ് ഈ ചൂട് ഏറ്റവും പെട്ടെന്ന് അങ്ങോട്ട് കണ്ടക്ട് ചെയ്യുന്നത്, കോപ്പർ. ഇതൊക്കെ എന്തെല്ലാം വിധത്തിൽ നമുക്ക് പഠിക്കാൻ കഴിയും. ഞാൻ പക്ഷേ എൻ്റെ പഠനം ഒരു പ്രത്യേക രീതിയിൽ ഞാൻ നിർത്തുകയാണ്. ഇവിടെ ഈ പുറപ്പാട് ദിവസം 31-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 11 വാക്യങ്ങളിൽ ബെസലേൽ എന്ന് പറയുന്ന വ്യക്തിയെയും ഒഹ്ലിയാബ് എന്ന് പറയുന്ന വ്യക്തിയെയും ദിവ്യാത്മാവിനാൽ നിറച്ച് ഈ ദൈവത്തിന് വസിപ്പാനുള്ള ആലയത്തിന്റെ എല്ലാ വസ്തുതകളും അവരുടെ കീഴിലുള്ള ജനങ്ങളെ കൊണ്ട് നിർമ്മിക്കുവാൻ അവർക്ക് പരിജ്ഞാനം ദൈവം കൊടുക്കുകയാണ്. നമ്മളെ ഒരു വലിയ പാഠം പഠിപ്പിക്കുന്നു. നമ്മൾ ആത്മനിറവുള്ളവരായി വേണം ദൈവത്തിന്റെ ശുശ്രൂഷയിൽ ഏർപ്പെടാൻ. നമുക്ക് ആത്മനിറവിന്റെ കുറവാണ് സകല പ്രശ്നങ്ങൾക്കും അല്ലെങ്കിൽ ഈ പരാജയങ്ങൾക്കൊക്കെ കാരണമെന്നുള്ളത് ഞാൻ പ്രത്യേകം ഓർപ്പിച്ചു കൊള്ളട്ടെ. ഇവിടെ നമ്മൾ കടന്നു വരുമ്പോൾ വീണ്ടും നമ്മൾ ഓർക്കണം, ഇവര് എബ്രായലേഖനം 9:24 വായിക്കുന്നു, ക്രിസ്തു വാസ്തവമായതിന്റെ പ്രതിബിംബമായതിൽ. നോക്കാം, എബ്രായലേഖനം നോക്കാം, 9-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യം. 9:24. ക്രിസ്തു വാസ്തവമായതിന്റെ പ്രതിബിംബമായി കൈപ്പിണിയായ വിശുദ്ധ മന്ദിരത്തിലെ കല്ല ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനാവാൻ സ്വർഗത്തിലേക്ക് അത്രേ പ്രവേശിച്ചത്. വാസ്തവമായതിന്റെ പ്രതിബിംബമായ ഈ ദേവാലയത്തിലോ സമാഗമന കൂടാരത്തിലോട്ടോ അല്ല. എന്നാൽ എവിടെയാ അവൻ പ്രവേശിച്ചത്? സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു. വാസ്തവമായതിന്റെ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു. ഇവിടെ നമ്മൾ ഈ സമാഗമന കൂടാരത്തെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു എങ്ങനെ രക്ഷിക്കപ്പെടാം, എങ്ങനെ ദൈവസന്നിധിയിൽ വരാം. ഇതെല്ലാം നമ്മളെ പഠിപ്പിക്കുകയാണ്. എങ്ങനെ ആത്മീയമായിട്ട് വളരാൻ കഴിയും, നമ്മളെ പടിപടിയായി ആ വസ്തുതകൾ അവിടെ പഠിപ്പിക്കുന്നു എന്നുള്ളത് പ്രത്യേകം ഓർക്കുക. ഞാൻ 1-2 കാര്യം കൂടെ ഓർപ്പിച്ച് ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇൻട്രഡക്ഷനായിട്ട് അവസാനിപ്പിക്കാം. നാളെ നമുക്ക് അടുത്ത ആഴ്ചയിലും നമുക്ക് ഈ പഠനം തുടരാം. നമുക്ക് ഓർക്കാം, ഇവിടെ സ്തെഫാനോസ് ചെയ്ത പ്രസംഗത്തിൽ നമ്മളത് അപ്പോസ്തലപ്രവൃത്തി 7-ാം അധ്യായത്തിലാണ്. അവിടെ ഒരു പ്രത്യേക സത്യം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ആ ഭാഗം ഒന്ന് എടുത്തോട്ടെ. അപ്പോസ്തലപ്രവൃത്തി 7-ാം അധ്യായത്തില് സ്തെഫാനോസ് കൊല്ലപ്പെടുന്നതിന് മുമ്പ് യഹൂദന്മാരോട് പറയുന്ന പ്രസംഗമാണ് 7-ാം അധ്യായം. അതിൻ്റെ 44-ാം വാക്യം ഒന്ന് വായിക്കാം. 7:44. നീ കണ്ട മാതിരിയോ തക്കവണ്ണം അതിനെ തീർക്കണം എന്ന് മോശയോട് അരുളി ചെയ്തവൻ കൽപ്പിച്ചതുപോലെ നമ്മുടെ പിതാക്കന്മാർക്ക് മരുഭൂമിയിൽ സാക്ഷ്യകൂടാരം ഉണ്ടായിരുന്നു. ആ വാക്ക് ശ്രദ്ധിക്കുക, നമ്മുടെ പിതാക്കന്മാർക്ക് മരുഭൂമിയിൽ സാക്ഷ്യകൂടാരം ഉണ്ടായിരുന്നു. 53-ാമത്തെ വാക്യം. അവന് നിങ്ങൾ ഇപ്പോൾ ദ്രോഹികളും കൊലപാതകന്മാരുമായിരുന്നു. നിങ്ങൾ ദൈവദൂതന്മാരുടെ നിയോഗങ്ങളാൽ ന്യായപ്രമാണം പ്രാപിച്ചുവെങ്കിൽ അത് പ്രമാണിച്ചില്ല. സോറി, 50. യെസ്, ഓക്കെ, നമുക്ക് 44-ാം വാക്യം ഒന്നുകൂടെ വായിക്കാം. നീ കണ്ട മാതിരി
കൊത്തവണ്ണം അതിനെ തീർക്കണമെന്ന് മോശയോട് അരുളി ചെയ്തവൻ കൽപ്പിച്ച പോലെ നമ്മുടെ പിതാക്കന്മാർക്ക് മരുഭൂമിയിൽ സാക്ഷ്യകൂടാരം ഉണ്ടായിരുന്നു. നമ്മുടെ പിതാക്കന്മാർ അത് ഏറ്റുവാങ്ങി ദൈവം നമ്മുടെ പിതാക്കന്മാരുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞ ജാതികളുടെ അവകാശത്തിലേക്ക് യോശുവയുമായി കൊണ്ടുവന്ന് ദാവീദിന്റെ കാലം വരെ വെച്ചിരുന്നു. ദാവീദിന്റെ കാലം വരെ ദാവീദാണ് ദേവാലയം ഉണ്ടാക്കാൻ പദ്ധതി ആരംഭിക്കുന്നത്. ദാവീദിനെ കൊണ്ട് ദൈവം പണിയിച്ചില്ല, ശലോമോനെ കൊണ്ടാണ് പണിയിക്കുന്നത്. അപ്പൊ ദാവീദിന്റെ കാലം വരെ ഈ സമാഗമന കൂടാരം ഉണ്ടായിരുന്നു. എന്നാൽ ഇനി ഒരു കാര്യം ഇവിടെ പ്രത്യേകം ഓർക്കുക. ഈ സമാഗമന കൂടാരത്തിന് ഇവിടെ സ്തെഫാനോസ് കൊല്ലപ്പെടുന്നതിന് മുമ്പ് വിളിച്ച പേരെന്താണെന്നറിയാമോ? അവിടെ 44-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നമ്മുടെ പിതാക്കന്മാർക്ക് മരുഭൂമിയിൽ സാക്ഷ്യ കൂടാരമുണ്ടായിരുന്നു. ഇംഗ്ലീഷിൽ വായിച്ചാൽ tabernacle of witnesses. Our fathers had the tabernacle of witness. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ? ദൈവം മാതൃക കാണിച്ചു കൊടുത്തു, ദൈവം പറഞ്ഞ പോലെ കൽപ്പിച്ചു. അത് ഒരു സാക്ഷ്യകൂടാരമായിരുന്നു. മറ്റു വിധത്തിൽ പറഞ്ഞാൽ, നീ പാപിയാണ്, മാറി നിൽക്കണം, അടുത്തു വരരുത്. ഈ സമാഗമന കൂടാരം നോക്കി ആ ചിത്രം ഒന്ന് കാണുമ്പോൾ അറിയാം, പുറത്തുള്ളവർക്കൊന്നും അടുത്തു വരാൻ കഴിയില്ല. എന്താ കാരണം? നിങ്ങൾ ആ പടം നോക്കിയാൽ അറിയാം. ഇങ്ങനെ വെളുത്ത ലിനൻ കൊണ്ട് വേർതിരിച്ചിരിക്കുക. ആദ്യം 100 മുഴം നീളം, 50 മുഴം വീതി. ഒരു പ്രത്യേക സ്ഥലം, അതിന്റെ പേര് പ്രാകാരം. നമ്മൾ അതിന്റെ ഒരു പടം ഒന്ന് കാണിക്കാമോ? ആ സമാഗമന കൂടാരത്തിന്റെ മൊത്തത്തിലുള്ളതിന്റെ ഒന്ന് പടം നോക്കി. ആ പടം നോക്കുമ്പോൾ യെസ്, ആ കൂടാരം നോക്കിയേ. ഞാൻ നിങ്ങളുടെ മധ്യത്തിൽ വസിക്കണം. 12 ഗോത്രങ്ങൾ അതിന്റെ ചുറ്റും കിടക്കുകയാണ്. നമുക്കതൊക്കെ പിന്നെ പഠിക്കാം. എന്നാല് നോക്കുക, സമാഗമന കൂടാരം നമ്മൾ കണ്ടു. അവിടെ ഇപ്പോൾ ആ പോയിന്റർ ചെയ്തിരിക്കുന്നത് നോക്കിയേ, അതൊരു വെള്ള ലിനൻ കൊണ്ട് മറച്ചിരിക്കുകയാണ്. വെള്ള ലിനൻ കൊണ്ട് മറച്ചിരിക്കുക. അത് ഒരു അതെ, വെള്ള ലിനൻ കൊണ്ട് ചുറ്റും മറച്ചിരിക്കുക. ആ മറവിന് ഒരു വാതിലേ ഉള്ളൂ. ആ വാതിൽ നോക്കിയാൽ മുന്നേ കാണുന്നത് അത് നിറവുള്ള അതെ, അത് അവിടെ നമുക്ക് പഠിക്കാം. നോക്കുക, അവിടെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ ഏതാണ്ട് 20 മുഴം എന്ന് പറഞ്ഞാൽ 35 അടി നീളമുണ്ട് അതിന്റെ വാതിൽ. വെരി ബിഗ് ഡോർ. ബാക്കി മുഴുവൻ വെള്ള ലിനൻ കൊണ്ട് മറച്ചിരിക്കുക. അതൊരു സാക്ഷ്യകൂടാരമാണ്. പുറത്തുള്ള മനുഷ്യൻ അടുത്തു വന്നാൽ ഈ വെള്ള കാണുമ്പോൾ അവനറിയാം ദൈവത്തിന്റെ വിശുദ്ധി, ദൈവത്തിന്റെ നീതി. അവന് പ്രവേശിപ്പാൻ നിവൃത്തിയില്ല. അവന് പ്രവേശിക്കണമെങ്കിൽ ഒറ്റ വാതിലേ ഉള്ളൂ. അത് മുന്നേ വരണം. 4 നിറമുള്ള നൂലുകൾ കൊണ്ട് നെയ്തെടുത്തൊരു വാതിൽ. യേശുക്രിസ്തു പറഞ്ഞു, ഞാനാണ് വാതിൽ, ഞാനാണ് വാതിൽ. എൻ്റെ സഹോദരന്മാരെ, ആ 4 നിറമുള്ള നൂല് 4 സുവിശേഷങ്ങളിലൂടെ ദൈവപുത്രന്റെ ജീവിതത്തെ വരച്ചു തരികയാണ്. 4 നിറമുള്ള നൂല് ഈ 4 സുവിശേഷങ്ങളിൽ വിവിധ നിറത്തിൽ അത് രേഖപ്പെടുത്തി. നമുക്കതിന്റെ നിറത്തെ കുറിച്ചൊക്കെ പിന്നീട് നോക്കാം. രേഖപ്പെടുത്തി വെച്ചു. അത് യേശുക്രിസ്തുവിന്റെ ജീവിതം വരച്ചു കാണിക്കുക. അത് കണ്ണിന് ആകർഷകമാണ്. ഞാൻ പറയട്ടെ, വെള്ള നിറം മനുഷ്യനെ ദൈവത്തിലൂടെ അകറ്റിക്കളയുകയാണ്. അവന്റെ വിശുദ്ധിയും നീതിയെയും അകറ്റിക്കളയുമ്പോൾ അവിടെ അടുത്തു വരാൻ കഴിയുന്ന, അവരുടെ കണ്ണിനെ ആകർഷിക്കുന്ന 4 നിറമുള്ള ആ ഗേറ്റ് മറ്റാരുമല്ല, ദൈവപുത്രനെ വരച്ചു കാണിക്കുന്നു. എന്നിലൂടെ അല്ലാതെ, നോക്കിയേ, എന്നിലൂടെ അല്ലാതെ ആരും എൻ്റെ പിതാവിന്റെ അടുക്കൽ വരത്തില്ല. ദൈവം വസിക്കുന്നത് നമ്മൾ കണ്ട ഒരു ഷെഹന്ന ഗ്ലോറി താഴോട്ട് ഇറങ്ങി വന്നിരിക്കുന്നു. ആ പെട്ടകത്തിന്റെ മുകളിലാണ്. അവിടെ ആർക്ക് കയറി ചെല്ലാൻ കഴിയും? ഈ ഏകവാതിലൂടെ കടക്കുന്നവർക്കേ സാധിക്കുള്ളൂ. ഇത് സ്തെഫാനോസ് പറഞ്ഞ പോലെ ഒരു സാക്ഷ്യകൂടാരമാണ്. ഇറ്റ് ഈസ് എ ടാബർനാക്കിൾ ഓഫ് വിറ്റ്നസ്. മനുഷ്യനോട് സാക്ഷ്യം പറയുന്നു. നിങ്ങൾക്ക് ദൈവസന്നിധിയിൽ അടുക്കണമെങ്കിൽ ഒറ്റ വാതിലേ ഉള്ളൂ. ആ വാതില് 4 നിറമുള്ള നൂലുകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടത് ദൈവപുത്രന്റെ ജീവിതമാണ്. അവനിലൂടെ അവനിലൂടെ മാത്രമേ നമുക്ക് പ്രവേശിപ്പാനായിട്ട് സാധിക്കുള്ളൂ. നമുക്ക് ഇതിന്റെ കർട്ടൻസിനെ കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് പുറകെ പഠിക്കാം. എന്നാൽ നോക്കിയേ, 12 ഗോത്രങ്ങൾ അവർക്ക് കൊടുത്ത സ്ഥാനങ്ങളിൽ അവർ പാർക്കുന്നതായിട്ട് ബൈബിളിൽ പഠിപ്പിക്കുന്നു. അതിന്റെ മുന്നിൽ മോശയും അഹരോനും, അതിന്റെ ചുറ്റിലും ഇസ്രായേൽ ഗോത്രത്തിന് 3 മക്കൾ, ഗർഷന്യര്, കഹാന്യര്,
മൊറാറിയരെ, അവർ 3 പേരും ഒരു 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 ബഫർ സോൺ പോലെ ജനങ്ങൾക്കും ദൈവത്തിനും ഇടയിൽ കൂടാരം അടിച്ചിരിക്കുന്നു. അവരുടെ കൂടാരമാണ് ചേർന്ന് കാണുന്നത്. ഞാനിവിടെ നിർത്തുന്നു. ഇവിടെ നിർത്തുമ്പോൾ ഞാനൊരു കാര്യം ഓർപ്പിക്കട്ടെ. ദൈവം മോശയോട് കൽപ്പിച്ചു, നീ പർവ്വത്തിൽ കണ്ട മാതൃക പണിയണം. ഞാനൊരു വാക്കൂടെ പറഞ്ഞങ്ങ് നിർത്തിയേക്കാം. പുറപ്പാട് പുസ്തകം 40-ാം അധ്യായം നിർത്താട്ടെ. പുറപ്പാട് പുസ്തകം 40-ാം അധ്യായം. അവിടെ 40-ാം അധ്യായം എടുത്താൽ, ഞാൻ ഇന്ന് രാവിലെയും ശ്രദ്ധിക്കുകയായിരുന്നു ആ ഭാഗം. നിങ്ങൾ 17 തൊട്ട് വായിച്ചാൽ, അതിൻ്റെ 33 വരെ വായിച്ചാൽ 7 പ്രാവശ്യം ഒരു കാര്യം എടുത്ത് പറയുന്നുണ്ട്. മോശ കൂടാരം, അതായത് സമാഗമന കൂടാരം പണിത ശേഷമുള്ള വാക്കുകളാണ്. ഞാൻ പറയുന്ന വാക്യങ്ങൾ നോക്കിയേ. 19-ാമത്തെ വാക്യം, അതിൻ്റെ അവസാനം, അവർ മൂടുവിരി തിരുനിവാസത്തിന്മേൽ വിരിച്ചു, അതിന്മീതെ മൂടുവിരിയുടെ പുറമൂടിയും വിരിച്ചു, യഹോവ മോശയോട് കൽപ്പിച്ച പോലെ തന്നെ. ആ വാക്ക് നോക്കിയേ, യഹോവ മോശയോട് കൽപ്പിച്ച പോലെ തന്നെ. 21-ന്റെ അവസാനം, യഹോവ മോശയോട് കൽപ്പിച്ച പോലെ തന്നെ. 23-ാം വാക്യം, അതിൻ്റെ അവസാനം, യഹോവ മോശയോട് കൽപ്പിച്ച പോലെ തന്നെ. അതിൻ്റെ 25-ാം വാക്യം, യഹോവ മോശയോട് കൽപ്പിച്ച പോലെ തന്നെ. 27-ാം വാക്യം, യഹോവ മോശയോട് കൽപ്പിച്ച പോലെ തന്നെ. 29 അവസാനം, യഹോവ മോശയോട് കൽപ്പിച്ച പോലെ തന്നെ. 32-ാം വാക്യം അവസാനം, യഹോവ മോശയോട് കൽപ്പിച്ച പോലെ തന്നെ. 7 പ്രാവശ്യം ആവർത്തിച്ചിരിക്കുകയാണ്. യഹോവ മോശയോട് കൽപ്പിച്ച പോലെ തന്നെ, യഹോവ മോശയോട് കൽപ്പിച്ച പോലെ തന്നെ. ഓരോന്നും പണിതപ്പോൾ മോശയോട് ദൈവം പറഞ്ഞിരുന്നു, നീ പർവ്വത്തിൽ കണ്ട മാതൃക പ്രകാരം പണിയണം. അത് പണി തീർന്നപ്പോൾ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്, യഹോവ മോശയോട് കൽപ്പിച്ച പോലെ തന്നെ. എബ്രായലേഖനത്തിൽ വരുമ്പോൾ നമ്മൾ വായിക്കുന്നു, മോശ ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നു. മോശ ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നു. ദൈവം മോശയോട് കൽപ്പിച്ച പോലെ തന്നെ അവൻ പണിതു. 33-ാം വാക്യത്തിന്റെ അവസാനം, അങ്ങനെ മോശ പ്രവൃത്തി സമാപിച്ചു. ഞാൻ ഇവിടെ നിർത്തുമ്പോൾ ഒരു കാര്യം ചോദിച്ചോട്ടെ. നമ്മുടെ ജീവിതം അവസാനിച്ച ദൈവസന്നിധിയിൽ നാം കടന്നു ചെല്ലുമ്പോൾ, അവന്റെ വാസസ്ഥലമായ ദൈവസഭ, ആ ദൈവസഭയോടുള്ള ബന്ധത്തിൽ കൃത്യമായ ഉപദേശങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. ആ കൃത്യമായ ഉപദേശം നമുക്ക് നൽകിയിരിക്കുമ്പോൾ ഒന്നും അഴിക്കാതെ നാം അത് അതുപോലെ നിർവഹിക്കുമ്പോൾ നാം കേൾക്കുന്ന ശബ്ദമാണ്, നന്ന് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ. ഈ സമാഗമന കൂടാരത്തിന്റെ പഠനം നാം കുറച്ചുകൂടെ വിശ്വസ്തരായിരിക്കാൻ ദൈവം നമ്മളെ അനുവദിക്കട്ടെ. ഈ പഠനം നമുക്ക് അടുത്ത ദിവസം തുടരാം. അവന്റെ വലിയ നാമം മഹത്വപ്പെട്ടു.